സുഹൃത്തുക്കളെ, സന്ദർഭത്തിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് ഏത് പോലീസുകാരനായാലും ചെയ്യേണ്ട ഒരു കാര്യം. ഇങ്ങനെയൊക്കെ പറയാൻ കാരണേ, ഈ അടുത്ത കാലത്ത് നമ്മൾ പല വീഡിയോസിലും കണ്ടുപോക്കുന്ന സമയത്ത് പലപ്പോഴും അനാവശ്യമായിട്ട് ഈ പോലീസുകാർ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന പല ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ ഏതൊരു ബിസിനസ്സുകാരനുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം 50 രൂപ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത് ഇനി മുതൽ നിങ്ങൾ 20 രൂപയാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസുകാരന്റെ അതിക്രമമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെതിരെ നിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ചങ്ങാതി, ചില്ലറക്കാരനല്ല ആ ചങ്ങാതി, എന്തായാലും അദ്ദേഹം V4 കൊച്ചി എന്ന് പറയുന്ന ഒരു സ്ഥാപനമൊക്കെ നടത്തുന്ന ഒരാളാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് കൃത്യമായിട്ടും പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ആ ചങ്ങാതി. ആ ഒരു കേസിൽ ഇടപെടുകയും അതിന്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ചിലപ്പോൾ എല്ലാ പോലീസുകാരെ നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പോഴാ ഞാനൊരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. കാരണം രാത്രികളിൽ ആണുങ്ങളും പെൺകുട്ടികളും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് മുഴുവൻ വേറെന്തൊക്കെയോ പരിപാടിക്കാണെന്ന് തെറ്റിദ്ധരിക്കലല്ല, അങ്ങനെ മാത്രം വിചാരിച്ചടക്കുന്ന കുറെ ആളുകൾ, കുറെ ഏമ്മമാരുണ്ട്. അത്ര ഏമ്മമാർക്കിടയിൽ ഇത്രയും നല്ല മനസ്സുള്ള പോലീസുകാരൊക്കെ ഉണ്ടല്ലോ എന്ന് കണ്ടപ്പോഴും ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. Happy birthday to you. Happy birthday to you. Happy birthday dear. Happy birthday to you. Thank you sir, thank you so much. സംഗതി ഇതാണ്, രാത്രി തങ്ങളുടെ കാറും എടുത്ത് അതിന്റെ പുറകില് ഒരു കേക്കുമായിട്ട് വഴിയരികിൽ വെച്ചിട്ട് ഒരു പിറന്നാൾ ആഘോഷിക്കുകയാണ് കുറച്ചു പേര്. ഒരു പയ്യന്റെ പിറന്നാളാണ്. അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരൊക്കെ ആയിരിക്കും, ആരായാലും കുഴപ്പമുള്ള കാര്യമല്ല, കുറച്ചു പേര് അവിടെ ഉണ്ട്. അവർ ആ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന സമയത്ത് അവരടുത്തേക്ക് ഒരു പോലീസുകാർ വരുന്നു. നിങ്ങൾ വരുന്നത് കണ്ടു, നിങ്ങളെ കേക്ക് കയ്യിലൊക്കെ നിങ്ങളെ കണ്ടു, അത് കണ്ടപ്പോൾ തന്നെയാണ് വന്നത് എന്ന രീതിയിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആ പോലീസുകാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. ഇവരപ്പൊ കേക്ക് മുറിക്കാൻ പോകുന്നുള്ളൂ. അവർ പെട്ടെന്ന് എല്ലാവരും ചിരിക്കുന്നുണ്ട്. പോലീസുകാരെ ഭയങ്കര തുറന്ന ചിരിയോട് കൂടിയിട്ടാണ് എല്ലാവരും വരുന്നത്. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ വിഷ് ചെയ്യുന്നു. വിഷ് ചെയ്തതിനു ശേഷം കേക്ക് മുറിക്കാൻ പറഞ്ഞു. കേക്ക് മുറിക്കുന്നു. ആ കേക്കിന് ഒരു കഷ്ണം അവർ കഴിക്കുന്നു സന്തോഷത്തോടെ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ, എൻജോയ് ചെയ്യുക കേട്ടോ എന്ന് പറഞ്ഞു പോകുന്നു. നോക്കൂ, അവരാരാണെന്നോ, അവരെവിടെ നിന്ന് വരുന്നതോ, നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ എന്താണെന്നോ, നിങ്ങൾ എന്താ എവിടേക്ക് വന്നതെന്നേ, എന്തിനാ പോയി റോഡ് സൈഡിൽ നിങ്ങൾ പിറന്നാൾ ആഘോഷിക്കണമെന്നോ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ആഘോഷിക്കുക കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വിഷ് ചെയ്തുകൊണ്ട് ആ ഒരു പോലീസുകാരൻ പോകുന്ന കണ്ടപ്പോൾ അദ്ദേഹമാണ് 2024 പോലീസുകാരെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇങ്ങനെയായിരിക്കണം. കാരണം ആ ഒരു മനുഷ്യൻ അവിടെ അവരുടെ ആ ഒരു നല്ല സിറ്റുവേഷൻ നശിപ്പിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാ വന്നതെന്നോ, നിങ്ങൾ എന്തിനാ ഇവിടെ റോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ പിറന്നാൾ ആഘോഷിക്കുന്നുള്ള അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചിട്ടേ ഇല്ല. അവര് കേക്ക് തന്നപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിലത്തെ ഒരു പോലീസുകാരന് 2 കൈ നീട്ടിയിട്ട് ഒരു വലിയ കേക്കിന്റെ കഷ്ണം കൂടി കൊണ്ടുപോവുകയും ചെയ്തു. ഒരു പക്ഷെ ആ വണ്ടിയിൽ നിന്ന് കഴിക്കാനായിരിക്കും. മനുഷ്യന്മാരാണല്ലോ. ഇങ്ങനെ മനുഷ്യന്മാരായിട്ട് വളരെയധികം യുക്തിപരമായിട്ട് അവിടെ നടക്കുന്ന പ്രവൃത്തി എന്താണോ അതിനൊപ്പം നിൽക്കുക. ആ ഒരു പ്രശ്നത്തിന് ഞങ്ങൾ കൂടുതൽ ഒരു സംഗതി ഉണ്ടാക്കേണ്ട, ഒരു തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കേണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യം ഉണ്ടാവുക. അതിന്റെ ഭാഗമായിട്ട് അതിൽ വളരെ ഭംഗിയായിട്ട് ഇടപെടുക, വിഷ് ചെയ്യുക, പോവുക. ഇങ്ങനെ യുക്തിപരമായിട്ട് പെരുമാറാൻ കഴിയുന്ന പോലീസുകാർ കൂടി നമ്മുടെ കേരള സേനയിലുണ്ടെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പോലീസുകാരായിട്ട് ഇവരൊക്കെ മെല്ലെ മാറും. എനിക്ക് തോന്നുന്നത് ഈ ഒരു പോലീസുകാരൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കുന്നത് നല്ല നന്നായിരിക്കും. എന്തായാലും ഹാറ്റ്സ് ഓഫ് യു. ഗംഭീരമായിട്ട് വീഡിയോ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം കൂടി ഞാനൊന്ന് ആരായുന്നുണ്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് ഇതിന് താഴെ എഴുതാൻ മറക്കരുത് കേട്ടോ. കഴിയുമ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നേ. ബൈ.